വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാന്യരായ വേദിയിലിരിക്കുന്ന ഉസ്താദുമാരെ, നാട്ടുകാരണവ മഹത്തുക്കളെ, ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള നല്ലവനായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും അതിന്റെ പോഷക സംഘടനയുടെയും കർമ്മോത്സകരായ പ്രവർത്തകർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. SSFന്റെ 1000 അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. ആലങ്ങാട് മഹല്ല് SKSSF കമ്മിറ്റി സംഘടിപ്പിക്കപ്പെടുന്ന 3ാമത് ആദർശ സമ്മേളനത്തിലാണ് ഇന്ന് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു ആദർശ സമ്മേളനത്തിലേക്ക് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള നല്ലവരായിരിക്കുന്ന ആളുകളെ മുഴുവനും വിളിച്ചു വരുത്തി എന്തെങ്കിലും പറഞ്ഞ് സമയം കളയുക എന്ന ഒരു ദൗർബല്യം ഞങ്ങൾക്കില്ല. കാതലായ വിഷയങ്ങളിൽ നിന്ന് തുടങ്ങി കാതലായ വിഷയത്തിൽ തന്നെ അവസാനിപ്പിക്കണമെന്ന ഉദ്ദേശം മാത്രമേ SKSSFനെ സംബന്ധിച്ചിടത്തോളം ഉള്ളൂ. ഞങ്ങൾ 3ാമതാണ് ഈ സമ്മേളനം സംഘടിപ്പിക്കപ്പെടുന്നത്. കഴിഞ്ഞ SKSSFന്റെ ആദർശ സമ്മേളനത്തിൽ വളരെ വിശദമായി ഈ വിനീതൻ തന്നെ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പറയുകയുണ്ടായി. ഏറ്റവും പ്രമാദമായ വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി പ്രാദേശിക വിഷയത്തിലേക്ക് എടുത്തു ചാടുന്ന SSFന്റെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് SKSSF നിങ്ങളോട് ഉദ്ധരിക്കപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് വ്യക്തമായി മറുപടി നൽകണം. അതിന്റെ മുമ്പ് നിങ്ങളൊരു ആദർശ സമ്മേളനം എന്ന പേരിൽ സംഘടിപ്പിച്ച മാമാങ്കത്തിൽ നിങ്ങൾ പലതും പറഞ്ഞെങ്കിലും അതിൽ പ്രാദേശികമായി പറഞ്ഞ 1-2 കാര്യങ്ങൾ ഞാൻ അന്ന് സൂചിപ്പിച്ചിരുന്നു. ആ പറഞ്ഞതിൽ അടിവരയിട്ടുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം 1-2 വാക്കുകൾ അവർ ഉദ്ധരിച്ചതിന്റെ കാരണം കൊണ്ട് അടിവരയിട്ടുകൊണ്ട് ഒന്നുകൂടെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് 1-2 വാക്കുകൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ സ്വാഗത പ്രസംഗത്തിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് വളരെ വ്യക്തമായി പറഞ്ഞു, ആലങ്ങാട് മഹല്ലിൽ SSF ഒട്ടനവധി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 3 വീടുകൾ ഞങ്ങൾ നിർമ്മിച്ചു കൊടുത്തു എന്ന് വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു. ഞങ്ങളുടെ സംഘടനയുടെ യോഗത്തിൽ വെച്ച് അങ്ങനെ തീരുമാനമെടുത്തിട്ടുണ്ട്, തീരുമാനപ്രകാരം 1-2 ആളുകളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നൊക്കെ ആവർത്തിച്ച് പറഞ്ഞു. ഞാനതിന്റെ വസ്തുതകൾ വളരെ വ്യക്തമായി ഇവിടെ പ്രതിപാദിപ്പിക്കുകയുണ്ടായി. നിങ്ങൾ നിർമ്മിച്ചു കൊടുത്തു എന്ന് പറയപ്പെടുന്ന 3 വീടുകൾ ഒരു കാരണവശാലും നിങ്ങൾക്ക് അധികാരം പറയാനുള്ള ഒരു ഉത്തരവാദിത്തമില്ല. നിങ്ങൾ നടത്തിയിട്ടുള്ള 3 വീടിന്റെ പിരിവ് ഞാൻ അന്ന് വളരെ വ്യക്തമായി പറഞ്ഞത്, ഒരു വീട് പഞ്ചായത്തിൽ നിന്ന് ആശ്രയ കുടുംബങ്ങൾ ഉൾപ്പെടുത്തി ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്, നിഷേധിക്കും. 2ാമത്തെ വീട് ഞാൻ പറഞ്ഞു 3 വീട് നിർമ്മിച്ചു കൊടുത്തു. അങ്ങനെ ബാക്കിയുള്ള വീടുകൾക്ക് SKSSFന്റെ പ്രവർത്തകരെ നിങ്ങൾ സമീപിച്ചപ്പോ SSFന്റെ ബാനറിലല്ല ഞങ്ങൾ സമീപിച്ചത്. ആലങ്ങാട് മഹല്ല് SSF കമ്മിറ്റി ഇത്തരം ഒരു 3 വീടുകൾ നിർമ്മിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നാട്ടിലൊരു പിരിവ് നടത്തിയിട്ടില്ല. ഞാനത് നിഷേധിക്കുകയാണ്, നിങ്ങൾ നടത്തിയിട്ടില്ല. വീണ്ടും എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞത്രേ അത് ഞങ്ങൾ തന്നെ നടത്തിയതാണ് എന്ന് പറഞ്ഞു. എന്താ തെളിവ്? ഞാൻ ചോദിക്കട്ടെ. അതിലൊരു വീട് ആശ്രയ കുടുംബത്തിൽ ഉൾപ്പെടുത്തി. 2ാമത്തെ ഒരു വീട് ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾക്ക് മുഴുവൻ അറിയാം. ആലങ്ങാട് മഹല്ലിൽ ഒരു ജുമാ നമസ്കാർ പള്ളിയുടെ ഭാരവാഹികൾ എണീറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ മഹല്ലത്തിൽ ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടില്ല, വീണ്ടും ആവർത്തിച്ചുകൊണ്ടാണ് ഇത് പറയേണ്ടി വന്നത്. എണീറ്റ് നിന്നിട്ട് പറഞ്ഞു, നമ്മുടെ നാട്ടിൽ പാവപ്പെട്ട ഒരു കുടുംബമുണ്ട്, അവിടെ വീട് നിർമ്മിക്കാൻ നമ്മൾ ഫണ്ട് സ്വരൂപിക്കണം. അതുകൊണ്ട് അടുത്ത വെള്ളിയാഴ്ച വരുമ്പോ നിങ്ങളൊക്കെ കഴിവിന്റെ പരമാവധി ഫണ്ട് കൊണ്ടുവരണം. പിറ്റത്തെ വെള്ളിയാഴ്ച ഈ മഹല്ലത്തിലെ നല്ലവരായിരിക്കുന്ന ആളുകൾ ആ വീട് നിർമ്മാണത്തിന് ഫണ്ട് കൊടുത്തു. ആ ഫണ്ട് ഭീമമായ ഒരു സംഖ്യ മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പിരിച്ചു കൊടുത്തിട്ടുണ്ട്. പള്ളി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ സാധിക്കോ? ആ പള്ളി കമ്മിറ്റി അത് SSFന്റെ കൈകൾ ഏൽപ്പിച്ചത് എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കോ? എന്നിട്ടും വീണ്ടും മാർത്തിനെ ഞങ്ങളാണ് നടത്തിയതെന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും നടത്തിയ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങളാണ് നടത്തിയതെന്ന് പറയാൻ നാണത്തോടുകൂടെ SSFന്റെ ബാനറിൽ നിങ്ങൾ നടത്തിയ പ്രവർത്തനം എന്താ? ഏത് വീടാങ്ങൾ നിർമ്മിച്ചു കൊടുത്തത്? പിന്നെ പറഞ്ഞു 2 ആളുകളെ വീട് നിർമ്മാണത്തിന് വേണ്ടി SYSന്റെ യോഗത്തിൽ ചുമതലപ്പെടുത്തിയെന്ന്. ഞാൻ അർത്ഥശങ്കക്കിടയില്ലാതെ പറയുന്നു, ആ വീട് നിർമ്മാണ കമ്മിറ്റിയിൽ ഒരു വീട് ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ കമ്മിറ്റി ഉണ്ടായിട്ടുണ്ടാകാം. മറ്റൊരു വീടിന് ഇന്ന് ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്ന സുന്നി മഹല്ല് ഫെഡറേഷന്റെ ആ വീട് നിർമ്മാണത്തിന്റെ ട്രഷററാണ്. നിങ്ങൾക്ക് നിഷേധിക്കാൻ സാധിക്കൂ? എന്നിട്ട് ഞങ്ങൾ വീടുണ്ടാക്കി കൊടുത്തു. നിങ്ങളെന്താ ഉണ്ടാക്കി?
SKSSF സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞിരുന്നു, ഞങ്ങൾക്ക് തുറന്ന പുസ്തകമാണ്. ഞങ്ങൾ ചെയ്തു കൊടുത്ത കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ, ഇവിടെ നടത്തപ്പെടുന്ന റിലീഫ് കാര്യങ്ങൾ, ഇതൊക്കെ പച്ചയായി തുറന്നു പറഞ്ഞ് ഞങ്ങൾക്ക് കിട്ടുന്ന കൂലി നഷ്ടപ്പെടുന്ന സ്വഭാവം ഞങ്ങൾക്കില്ല. അതുകൊണ്ട് ഞാൻ ആ വിഷയം മറ്റൊരു കാര്യം ഞാൻ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചിരുന്നു. ഇതിന്റെ മുമ്പത്തെ ആദർശ സമ്മേളനത്തിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് വളരെ വ്യക്തമായി പറഞ്ഞു, ഞങ്ങളുടെ കരളിന്റെ കഷ്ണമായ, ഞങ്ങളുടെ ചങ്കില ചോരയായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ കൊണ്ട് എന്തെങ്കിലും പറയാൻ ഞങ്ങൾ അനുവദിക്കൂല. ഞാൻ അർത്ഥശങ്കക്കിടയില്ലാതെ പറഞ്ഞു, നിങ്ങൾക്ക് ചങ്കിലെ ചോരയും കരളിന്റെ കഷ്ണവും AP അബൂബക്കർ മുസ്ലിയാരാണെങ്കിൽ ഞങ്ങൾക്ക് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ പ്രവാചകനെ കൊണ്ടൊന്നും പറയാൻ ഞങ്ങളും അനുവദിക്കില്ല എന്ന് പറഞ്ഞു. ആ വാക്കെങ്കിലും എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മനസ്സിലാക്കി കഴിഞ്ഞു. സ്വാഗതം പറഞ്ഞപ്പോ കാന്തപുരം ഉസ്താദിന് ഒരക്ഷരം പോലും പറയാൻ അദ്ദേഹം മനക്കെട്ടില്ല. എന്തേ നിങ്ങളെ കരളിന്റെ കഷ്ണം എവിടെ പോയി? എന്തേ സൂചിപ്പിക്കാതെ പോയത്? നിങ്ങൾ പറയണ്ടേ? എന്തുകൊണ്ട് പറയാതെ പോയി? അതുകൊണ്ട് കഴിഞ്ഞാൽ നമ്മുടെ സമ്മേളനം പരിപൂർണാർത്ഥത്തിൽ വ്യക്തമായി ബോധ്യപ്പെട്ടിരിക്കുക. പിന്നീട് ഒരു കാര്യം അധ്യക്ഷ പ്രസംഗം പറഞ്ഞു, മക്കളെ മഞ്ചേരി ഓർമ്മയില്ലേ? ആരോടങ്ങൾ ഈ പറയണേ? ആലങ്ങാട്ട് മഹലിലെ സ്കിസുകാരോട്. മക്കളെ മഞ്ചേരി ഓർമ്മയില്ലേ? കേസ് നടത്തി ഒരുപാട് പ്രയാസപ്പെട്ടു, നിങ്ങളെ നേതാക്കന്മാരെ ഇരിഞ്ഞു നോക്കിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോമാളിത്തരം പ്രസംഗിച്ചു. ഞാൻ പറയട്ടെ, ആലങ്ങാട് മഹലിൽ അത്തരം ഒരു AP വിഭാഗത്തിന്റെ പേരിൽ അടിയുണ്ടായിട്ടുണ്ട്, കേസുണ്ടായിട്ടുണ്ട്. മധ്യസ്ഥന്മാർ മുഖേന കേസുകളൊക്കെ ഒത്തുതീർന്നിട്ടുണ്ട്. എന്നിട്ട് മഞ്ചേരിയിലേക്ക് കേസ് പോയപ്പോ SKSSFന്റെ പ്രവർത്തകന്മാർക്ക് വേദന ഉണ്ടായി എന്നാ നിങ്ങൾ പറഞ്ഞു. ഞാനൊരു കാര്യം അർച്ചപക്ഷത്തോടുകൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ നേതാക്കന്മാർ, ഈ മഹലിൽ SKSSFന് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട നേതാക്കന്മാർ, അവർ SKSSFന്റെ പ്രവർത്തകരെ ഇക്കാലത്തോളം ഒരു വേദനയും പെടുത്തിയിട്ടില്ല. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം കേസ് സംബന്ധമായി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇതൊക്കെ നിങ്ങൾ പറഞ്ഞതുകൊണ്ട് പറയേണ്ടി വരികയാണ്. ആ കേസിൽ ഒരുപാട് ആളുകൾ ജയിലിൽ കടന്നിട്ടുണ്ട്, ഒരുപാട് പ്രാവശ്യം കോടതിയിൽ പോയിട്ടുണ്ട്. പക്ഷെ ഒരു SKSSFന്റെ പ്രവർത്തകന്റെ വീട്ടിൽ വന്നുകൊണ്ട് നട്ടപ്പാതിര സമയത്ത് വാതിൽ മുട്ടി. SKSSFന്റെ പ്രവർത്തകന്റെ വീട്ടിലല്ല, SSFകാരന്റെ വീട്ടിൽ വന്നുകൊണ്ട് രാത്രി സമയത്ത് പാതിര സമയത്ത് പോലീസ് വന്ന് വാതിൽ മുട്ടി തുറന്നു. വാതിൽ തുറന്നാ പറഞ്ഞു. വാതിൽ തുറന്നിട്ട് പറഞ്ഞു, ഇന്നയാളിന്റെ കേസിൽ നീ പ്രതിയാണ്, നിന്നെ ഇപ്പം അറസ്റ്റ് ചെയ്യണം. യാതൊരു നിർവാഹമില്ല. ഉപ്പ കരഞ്ഞു, ഉമ്മ കരഞ്ഞു, ഭാര്യ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. പോലീസ് വിട്ടില്ല, പിടിച്ചു കൂട്ടിക്കൊണ്ടുപോയി പാതിരാ സമയത്ത്. SSFകാരാ ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ നേതാക്കന്മാരെ ഫോറാ പറയുന്നത്, ഞങ്ങൾ നേതാക്കന്മാർ അത്താണി പറഞ്ഞത്, ഞങ്ങൾ അത്താണിയായിട്ടുണ്ടെങ്കിൽ ഒരു SKSSFകാരന്റെ വീട്ടിൽ വന്നുകൊണ്ട് ഒരു പോലീസും നട്ടപ്പാതിര സമയത്ത് വന്നുകൊണ്ട് വാതിൽ മുട്ടി ഞങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടില്ല. രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടത്, രണ്ടുപേരെ. എന്നിട്ട് പറയാ SKSSFകാർക്ക് പ്രയാസം, നിങ്ങൾ ഇനി ഓല കൂടെ നടക്കണ്ട, നിങ്ങളെ നേതാക്കന്മാർ നിങ്ങളെ തിരിഞ്ഞു നോക്കൂല. ആരാ പ്രയാസം ഉണ്ടാക്കി? ആർക്കാ പ്രയാസം ഉണ്ടായി? നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലേ? രണ്ടുപേരെ നട്ടപ്പാതിര സമയത്ത് പോലീസ് അറസ്റ്റ് ചെയ്ത് കൂട്ടിക്കൊണ്ടായത്. SSFന്റെ നിങ്ങളോ ഭാര്യ കെട്ടിപ്പിടിച്ചു കരഞ്ഞു, എന്റെ ഭർത്താവിനെ കൊണ്ടുപോകരുത്. പോലീസ് വിട്ടില്ല, കൊണ്ടുപോയി. എന്താ നിങ്ങൾ അവിടെ എത്താനി? കഴിഞ്ഞിട്ടില്ല. ഇപ്പോ ഇന്നത്തെ സിറ്റി ന്യൂസിൽ ആ കേസിനെ സംബന്ധിച്ച് ഞാൻ പറയട്ടെ, SKSSFന്റെ പ്രവർത്തകന്മാർ ആ കേസിൽ പ്രതിയാണ്, SSFന്റെ പ്രവർത്തകന്മാർ കേസിൽ പ്രതിയായിരുന്നു. ആ കേസ് ഒത്തുതീർന്നു. SKSSFന്റെ പ്രവർത്തകന്മാർ ആരും ഇനി കേസിൽ ഉൾപ്പെടുന്നില്ല. പ്രിയപ്പെട്ട SSFകാരാ, ഒന്ന് ശരിക്കും ആലോചിച്ചു നോക്ക്. ആരെങ്കിലും ഇനി കേസിൽ SSFകാരായിട്ട് ബാക്കി നിൽക്കുന്നുണ്ടോ എന്ന് ശരിക്കും ചിന്തിച്ചോ? രണ്ടുപേരിപ്പോഴും ബാക്കി നിന്ന് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് രണ്ട് പ്രതികൾ ഇപ്പോഴും കേസിലകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തേ നിങ്ങൾക്ക് പിൻവലിക്കാൻ സാധിക്കാതെ പോയത്? കഴിഞ്ഞിട്ടില്ല. മഞ്ചേരിയിലുള്ള മറ്റൊരു അനുഭവം കൂടി പറയുകയാണ്. കേസിലെ പ്രതികൾ ഒരുപാട് ആളുകൾ വിദേശത്തേക്ക് പോയി, തിരിച്ചു വന്നു. അവർക്കൊക്കെ വാറണ്ടായി. SKSSFന്റെ പ്രവർത്തകന്മാർ വാറണ്ടായ SKSSFന്റെ പ്രവർത്തകരെ മുഴുവൻ കേസിൽ പിൻവലിച്ചു കഴിഞ്ഞു. SSF പ്രിയപ്പെട്ട സുഹൃത്ത് സജീവ SSF പ്രവർത്തകനായ ഒരു പ്രവർത്തകനെ കൊണ്ടോട്ടി പോലീസ് ടെലിഫോണിൽ വിളിച്ചു. എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ സുഹൃത്ത് എന്താണെന്ന് അറിയാതെ പോലീസ് സ്റ്റേഷനിൽ പോയി. വിഷുവിന്റെ തലേ ദിവസമാണ്. പ്രിയപ്പെട്ട സുഹൃത്ത് കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിൽ ചെന്നു. പോലീസ് അറസ്റ്റ് ചെയ്തു. എന്താ വിഷയം? ആലങ്ങാടിൽ പള്ളിയിലുണ്ടായ ഒരു അടിക്കേസിൽ താൻ പ്രതിയാണ്, നിന്നെ ഇവിടെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. SKSSFന്റെ പ്രവർത്തകന്മാർ അനവധി ആളുകൾ ഗൾഫിൽ പോയൊന്നു. ഒരാളെയും പോലീസ് അറസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയോ? അത് ഞങ്ങളുടെ നേതാക്കന്മാരുടെ ആണത്തമാണ്. എന്നിട്ടോ ആ പ്രിയപ്പെട്ട സുഹൃത്തിനെ ജയിലിൽ കൊണ്ടുപോയി. പ്രിയപ്പെട്ട ആ കുടുംബത്തിന്റെ ബന്ധപ്പെട്ട ആളുകൾ ഈ വിനീതനുമായി ബന്ധപ്പെട്ടു. എന്താണ് പരിഹാരം? ഞാൻ പറഞ്ഞു, നിങ്ങൾ നേതാക്കന്മാരുമായി ബന്ധപ്പെടണം. ആ കേസ് സംബന്ധമായി ഇത് മധ്യസ്ഥന്മാർ മുഖേന ഒത്തുതീർന്ന ഒരു കേസ് എന്നുള്ള രീതിയിൽ
എനിക്കും ഒരു ഉത്തരവാദിത്വമുണ്ട്. ഇതിൽ പരമാവധി സഹകരിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് 4 പ്രാവശ്യം ആ വിഷയത്തിന് വേണ്ടി മഞ്ചേരി കോടതിയിൽ ഇറങ്ങി തിരിച്ച വ്യക്തിയായി വിനീതൻ. ഇതൊക്കെ ഇങ്ങനെ പറയാൻ സാധിക്കുന്നത് കണ്ണിയത്ത് ഉസ്താദിന്റെ കറാമത്താണ്. നിങ്ങൾ പറഞ്ഞു കേസ് നടത്തുമ്പോ നിങ്ങളെ നേതാക്കന്മാർ നിങ്ങൾ തിരിഞ്ഞു നോക്കൂല. നിങ്ങൾ തിരിഞ്ഞു നോക്കി കോല പറഞ്ഞ് SSFകാരാ ശ്രദ്ധിച്ചോ, നിങ്ങളെ നേതാക്കന്മാർ നിങ്ങൾ തിരിഞ്ഞുന്നവർ വരി. എന്നിട്ട് ആ കോടതിയിൽ ചെന്നു, നികുതി ഷീറ്റില്ല. അന്ന് 4:30 മണിക്ക് വിനീതനടക്കം ആ കുടുംബത്തിനെ കൂട്ടി വില്ലേജ് ഓഫീസിൽ പോയി. 4:30 മണി സമയത്ത് വില്ലേജ് ഓഫീസർ മോങ്ങത്തുകാരനായി വില്ലേജ് ഓഫീസർ അപ്പോഴേക്കും മോങ്ങത്തെത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തെ, യാതൊരു രക്ഷയില്ല എന്ന് നികുതി ഷീറ്റിൽ തരാൻ സാധ്യമല്ല. പിറ്റേ ദിവസം വിഷു, 3 ദിവസം അവധി. 3 ദിവസം അവധി കഴിഞ്ഞ് 4ാമത്തെ ദിവസം വില്ലേജ് ഓഫീസിൽ പോയി നികുതി ഷീറ്റ് തയ്യാറാക്കി കേസ് ജാമ്യമെടുക്കാൻ വേണ്ടി പോയി. അങ്ങനെ ഇവരെ വക്കീൽ കേസ് വാദിച്ചു. കേസ് വാദിച്ചപ്പോ 4ാമത്തെ ദിവസം 4 ദിവസം ആ സുഹൃത്ത് ജയിലിൽ കിടക്കുക. 2ാമത്തെ ദിവസം ഈ വിനീതനടക്കം ആ സുഹൃത്തിന്റെ കുടുംബാംഗങ്ങളും ഈ സുഹൃത്തിനെ കാണാൻ പോയി ജയിലിൽ. ഞങ്ങൾ അപേക്ഷയൊക്കെ കൊടുത്തു. ആ പ്രതിയെ വിളിച്ചു വരുത്തി. ഈ കുടുംബാംഗങ്ങൾ ആ സുഹൃത്തിനെ കണ്ടു. ഈ വിനീതം പുറത്തു നിന്നു. ഉപ്പയും ഉമ്മയും അകത്തേക്ക് കയറി ഉള്ളിലേക്ക് ചെന്ന് പുറത്തേക്ക് ഇറങ്ങി കെട്ടിപ്പിടിച്ച് ഈ വിനീതന്റെ ഈ വിനീതന്റെ ദേഹത്തേക്ക് ഉണർന്നു പോയി ഓർക്കാം. ആ പ്രിയപ്പെട്ട സുഹൃത്തിന്റെ രക്ഷാവ് വേദനപ്പെട്ടുകൊണ്ട് എന്നോട് പറഞ്ഞു, എന്തൊരു കഷ്ടമാണിത്, എന്റെ ഈ മകൻ എന്ത് കുറ്റാ ചെയ്തത്? ആ ഒരു പരിപാടിയിൽ ഒരു SSFകാരനായതിന്റെ പേരിൽ 4 ദിവസം എന്നെ ജയിലിൽ കടക്കേണ്ടി വന്നില്ല എന്റെ മകൻ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. ആരുണ്ടായത്? നിങ്ങൾ നേതാക്കന്മാരുണ്ടായോ? 4ാമത്തെ ദിവസം കോടതിയിൽ നിങ്ങളെ വക്കീൽ കേസ് വാദിച്ചു. കേസ് വാദിച്ചപ്പോ ജഡ്ജി പറഞ്ഞു, ഇതിന്റെ ഫയലുകൾ മുഴുവനും മലപ്പുറം കോടതിയിലാണുള്ളത്, അവിടുന്ന് കൊണ്ടുവരണം. ഈ വിനീതനാണ് നമ്മുടെ വക്കീലിനെ, നമ്മുടെ കേസ് നടത്തപ്പെടുന്ന വക്കീലിനെയും ബന്ധപ്പെടുത്തി ആ ഫയൽ മലപ്പുറം കോടതിയിൽ നിന്ന് കൊണ്ടുപോയി SSFകാരാ, നിന്റെ നേതാവ് ഉണ്ടായിരുന്നില്ല, ചോദിച്ചു നോക്ക്, നിങ്ങൾ ചോദിച്ചു നോക്ക്. എന്നിട്ട് ഞങ്ങളെ നേതാക്കന്മാര് ഒന്നിനും പറ്റാത്തവരാണ് എന്ന് പറഞ്ഞ് കളിയാക്കുന്ന ഈ സ്വഭാവങ്ങൾ നിർത്തിക്കോ. എന്റെ പ്രിയപ്പെട്ട SKSFന്റെ പ്രവർത്തകന്മാരെ, ആണത്വത്തോടുകൂടെ നമ്മുടെ മഹലിലെ നേതാക്കന്മാര് പിന്നിൽ നിന്ന് ആടിയുറച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾ സജ്ജരായിക്കോ. ഒരിക്കലും നമ്മുടെ നേതാക്കന്മാർ നമ്മളെ കൈസ്ഥമില്ല, സമാപിച്ചിട്ടില്ല. പലതും ഞങ്ങൾക്ക് പറയാനുണ്ട്. SSFകാരായിരിക്കുന്ന ആളുകൾ ജയിലറയിൽ കടന്നപ്പോ അവരുടെ വേര് പറയാനുണ്ട്. ഞാനിപ്പോ പറയുന്നത് SSFകാര് തുറന്നു പറഞ്ഞത് എന്നോട് ഒരുപാട് ആളുകളെ വേദനകൾ. ഇപ്പൊ ഞാൻ ആ വിഷയത്തിലേക്ക് കിടക്കുന്നില്ല. പിന്നെ വളരെ വ്യക്തമായി ഇത്തരം പരിപാടി സംഘടിപ്പിച്ചപ്പോ കഴിഞ്ഞ പ്രാവശ്യം വളരെ വ്യക്തമായി SKSFന്റെ പ്രവർത്തകന്മാർ വെല്ലുവിളിച്ചു, സംവാദത്തിന് നിങ്ങൾ തയ്യാറാവണം. യാതൊരു മറുപടി ഉണ്ടായില്ല. കഴിഞ്ഞ പ്രാവശ്യം അവർ പരിപാടി സംഘടിപ്പിച്ചു. ആണത്വത്തോടുകൂടെ വലിയ വീപ്പളിക്കൊണ്ട് സ്വാഗത പ്രാസംഗികം വെല്ലുവിളിച്ചു, നിങ്ങൾ തയ്യാറുണ്ടോ? ആലങ്ങാട് മഹലിന്റെ SKSFന്റെ ചുണക്കുട്ടികൾ SKSFന്റെ ഔദ്യോഗിക ലെറ്റർ ബേഡിൽ പരസ്യമായി ചെന്നുകൊണ്ട് ഇതാ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലെറ്റർ കൊടുത്തു. എന്ന് അവസാന നിമിഷം വരെ ആ ലെറ്ററിനെ കുറിച്ച് പറയാൻ സാധിക്കാത്ത SSFകാര് നിർത്തണം. നിങ്ങൾ മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വർഷം നിർത്തുന്നതല്ല, നിർത്തിയിട്ട് പോകരുത്. കബറെന്നു കേട്ടാൽ തൽക്ഷണം നേട്ടേണ്ടതാ പറഞ്ഞങ്ങോട്ട് ഊരിപ്പോയാൽ ഇവിടെ നിന്നൊക്കെ രക്ഷപ്പെടും നിങ്ങൾ കരുതിയോ? ഞാൻ അവസാനിപ്പിക്കുകയാണ്, എന്റെ സ്വാഗത പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. അതുപോലെ എന്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് നന്ദി വളർന്ന 2 കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഇവിടെ കാതലായ പ്രസംഗം നടക്കാൻ പോവുക. ഏകമായ വിഷയങ്ങൾ പറയാൻ ആളുകളുണ്ട്, അതുകൊണ്ട് ഞാൻ ചുരുക്കുക. നന്ദി പ്രഭാഷണം പറഞ്ഞപ്പോ 1-2 വെല്ലുവിളികൾ വേറെ. എന്താ പറഞ്ഞത്?
SKSSFകാരെ വെല്ലുവിളിച്ചുകൊണ്ട് SYSന്റെ ആളുകളെ വെല്ലുവിളിച്ചുകൊണ്ട് പറയാം, ഞങ്ങൾ പഞ്ചായത്തിൽ നിന്ന് വീട് വാങ്ങിയിട്ടുണ്ടാവാം, ഞങ്ങൾ മറ്റേതെങ്കിലും രീതിക്കൊക്കെ വീടുകൾ വാങ്ങിയിട്ടുണ്ടാവും, ഞാൻ SYS ആണ്, ഞാൻ ഇന്റെ ലേബിളിലാണ്, മറ്റേ ലേബിളിലാണ്, ഞാൻ വർക്കിംഗ് കമ്മിറ്റിയിലെ മെമ്പറേനി 9ാം വാർഡ് മുതൽ ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ആളുകളെ വീട്. ഞാനൊരൊറ്റ കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷക്കാലം ഇപ്പൊ ഇല്ല, എന്റെ തൊൽവാസിയായ CP കണ്ണൻകുട്ടി എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തി ഇതുപോലെ ഒരു റിട്ടേണിംഗ് ഓഫീസിന്റെ ഒരു അംഗമായിരുന്നു, ഈ മെമ്മറി കമ്മിറ്റിയുടെ അംഗമായിരുന്നു പഞ്ചായത്ത് ഓഫീസിൽ. അദ്ദേഹം ഒപ്പിട്ട് കൊടുത്തിട്ട് ഒരുപാട് വീട് പാസ്സായിട്ടുണ്ട്. ഇതൊക്കെ SYSന്റെ യോഗത്തിൽ വന്നിട്ട് പറയാം മക്കളെ, എന്താണെന്ന് മനസ്സിലാക്കി. അത് ഗ്രാമസഭയിൽ തെരഞ്ഞെടുക്കും, ഗ്രാമസഭയിൽ തെരഞ്ഞെടുക്കുമ്പോൾ ആ തെരഞ്ഞെടുക്കുന്ന ആളതിൽ ഒപ്പുള്ള നിർബന്ധമാണ്, ആ ഒപ്പിട്ടെങ്ങനെ വീട് പാസ്സാവുള്ളൂ. ഇതൊക്കെ SYSന്റെ ലേബിളിൽ കെട്ടിവെക്കേണ്ട ഗതികേട് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ മഹല്ലിൽ SYSന്റെയോ SSFന്റെയോ ലേബിളിൽ മാതൃകാപരമായ ഓരോരുത്തരും നടത്തിയിട്ടില്ല എന്നതിന്റെ വ്യക്തമായ തെളിവാണ്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഞങ്ങളെടുത്ത് സനതുണ്ട്. എന്തിന്റെ സനതാണുള്ളത്? SKSFന്റെ പ്രവർത്തകന്മാർ അവരെ പെർമിഷൻ നടത്തിയതിന് സനതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വെല്ലുവിളിച്ചു. വീണ്ടും ആവർത്തിച്ചുകൊണ്ട് വെല്ലുവിളിക്കുക. ഞങ്ങൾ ആരെങ്കിലോട് കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിൽ സനത് ചോദിച്ച്? ഞങ്ങൾ ആരും ചോദിച്ചു നിങ്ങളോട് കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിൽ സനത്? മർക്കസ് സഖാഫത്ത് സുന്നിയയിലുള്ള മുടിന്റെ സനത SKSFകാർ ചോദിച്ച് അത് കൊണ്ടുവരി. കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിൽ എത്ര സനത് വേണം നിങ്ങൾക്ക്? എത്ര സനത് വേണമെങ്കിൽ ഞങ്ങൾ വാങ്ങിത്തരാം, അതിനൊന്നും യാതൊരു പ്രയാസമില്ല. എന്നിട്ട് സനത് കൊണ്ടോട്ടി സ്റ്റേഷനിലെ വിഷയത്തിന് സനത് നിങ്ങൾക്ക് അംഗീകരിക്കാം. മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കൊണ്ടുവന്ന മുടിക്ക് സനത് വേണ്ട. ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുക, സനത് വേണ്ട നിങ്ങൾ പറഞ്ഞതെങ്കിൽ SKSSF ഇനിയും സംവാദത്തിന് തയ്യാറാണ്. സനതുണ്ടെങ്കിൽ ഇതൊരു കോലത്തിലാവൂ എന്ന് പറഞ്ഞ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയെ നിങ്ങൾ കൊണ്ടുവരാൻ തയ്യാറുണ്ടോ? എങ്കിൽ സനന്റെ വിഷയത്തിൽ ഞങ്ങളും തയ്യാറാണ്. സനദിന്റെ വിഷയത്തിൽ നിങ്ങളുടെ നേതാവായ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയെ കൊണ്ടുവന്നാൽ കിതാബുപരമായും അല്ല ഏത് രീതിയിലും SKSSFന്റെ ആലങ്ങാട് മഹല്ലിലെ ചുണക്കുട്ടികൾ തയ്യാറാണ്. പേരോട് അബ്ദുറഹ്മാൻ സഖാഫിനെ നിങ്ങൾ കൊണ്ടുവരൂ. ഈ വെല്ലുവിളിയെങ്കിലും സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാവണം. ഈ വെല്ലുവിളി നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാർ. ഇനി ഒരു കാര്യം കൂടി, ഒരു അവസരം കൂടി നിങ്ങൾക്ക് തരാം, ഒരു ഓഫർ. ബഹുമാന്യനുണ്ട് നമ്മുടെ കാന്തപുരം AP അബൂബക്കർ ഉസ്താദിന്റെ പേരമകൻ, മരുമകനാണ് എത്തിയിട്ടുണ്ട്. ഞാൻ എന്റെ പ്രസംഗം അവസാനിക്കും. ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് ഞാൻ അവസാനിപ്പിക്കും. അപ്പൊ സനത് അവസാനമായ ഒരു ഓഫർ കൂടെ ഇവിടുത്തെ SSFകാർക്ക് തരികയാണ്. ഇവിടുന്ന് 45 മിനിറ്റ് യാത്ര ചെയ്താൽ കാരന്തൂർ മർക്കസ് സഖാഫത്ത് സുന്നിയയിലെത്തും. മർക്കസ് സഖാഫത്ത് സുന്നിയയിൽ പോയിട്ട് ഇവിടെ കൊണ്ടുവന്ന വെച്ച മുടിയിൽ ഞങ്ങൾക്ക് ആലങ്ങാട് മഹലിൽ വിശ്രമമില്ല, ഞങ്ങൾക്ക് പൊറുതിയേടാണ്, ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. SSFകാർ ഉസ്താദേ ഈ മുടിയുടെ സ്ഥാനത്ത് നിങ്ങളൊന്ന് ഞങ്ങൾക്ക് തരണം. അവർ വെല്ലുവിളിച്ചിരിക്കുകയാണ്. ആ പരിപാടി സമാപിക്കുന്നതിന് മുന്നേ ഈ മുടിയുടെ സ്ഥാനത്ത് അവിടെ കൊണ്ടുപോയി കൊടുക്കണം. അതുകൊണ്ട് ആ സ്ഥാനത്തൊന്ന് തരികയെന്ന് പറഞ്ഞുകൊണ്ട് ആണത്തമുള്ള SSFകാരനാണെങ്കിൽ വെണ്ടെടുത്ത് പോ മർക്കസ് സഖാഫത്ത് സുന്നിയയിലേക്ക്. അവിടെ പോയിട്ട് സ്ഥാനത്തിന്റെ കോപ്പി വാങ്ങിയിട്ട് ഇങ്ങോട്ട് വരി. അതുവരെ ഞങ്ങളിവിടെ ഉണ്ടാവും. ഞങ്ങൾ ജനിച്ചു വീണ മണ്ണ്, ഇവിടെ നിന്നും ഞങ്ങൾ ആരും പ്രാർത്ഥിക്കാൻ നോക്കണ്ട. പിന്നെ ഒരൊറ്റ കാതലായ വിഷയം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. ആരാ ഈ മഹലിൽ ഫിത്തറ തുടങ്ങി? നിങ്ങൾ പറയും. എന്റെ പ്രിയപ്പെട്ട ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകളെയും സാക്ഷി നിർത്തിയതുകൊണ്ട് ഒരൊറ്റ കാര്യം പറയട്ടെ. നമ്മുടെ തൊട്ടടുത്ത മഹല്ലായ മായക്കര, ഈ മായക്കരിൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പ്രസംഗിക്കുന്ന ഒരു LCD ക്ലിപ്പിംഗ് കിട്ടിയിരുന്ന ഒരു ദിവസം. അത് കഴിഞ്ഞ് അതിന് തൊട്ട് ദിവസം SKSSFന്റെ പ്രവർത്തകന്മാരെ കളിയാക്കാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്നു വെച്ചു. ഞാൻ ആ CD ഒന്ന് കാണണമെന്നുള്ളവരേക്ക് ഞാനും വന്നു നോക്കുമ്പോ കേവലം വിരലിലെണ്ണാവുന്ന SSFന്റെ പ്രവർത്തകന്മാർ മാത്രമേ അതിലുള്ളൂ. കാരണം അവരൊക്കെ ഇത് കണ്ടതാ. പിന്നെ എന്താ അവരുടെ ലക്ഷ്യം? ഈ മഹല്ലത്തിൽ ഒരു ഫിത്ന കൂടി തുടങ്ങാൻ വേണ്ടി അവർ വെച്ച 2-4 ആളുകൾ മാത്രം ആ പരിപാടി കേൾക്കാനുണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ SKSFകാരെ കേട്ട് അവിടെ വെച്ചാൽ ഈ ആദർശ സമ്മേളനത്തിൽ SKSF തീരുമാനമെടുത്തത്. എന്നിട്ട് ഞങ്ങളാണ് ഇത് തുടങ്ങിയെന്ന് പറയുന്ന ആ ഒരു കോമാളിത്തരം നിങ്ങൾ അവസാനിപ്പിക്കുക. മാതൃകാപരമായി പ്രവർത്തനം നടത്തുന്ന SKSFനെ വെല്ലുവിളിച്ചുകൊണ്ട് കാര്യമില്ല. കഴിഞ്ഞോ? നിങ്ങളെ കൊണ്ടുവന്ന പാനപാത്രം നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെള്ളം കുടിച്ച പാനപാത്രമാണ് മർക്കസ് സഖാഫത്തിൽ കൊണ്ടുവന്നത് എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയോ? അതുപോലെ റൗദാ ശരീഫിൽ നിന്ന് കൊണ്ടുവന്ന പൊടി, അത് കഴിഞ്ഞ് ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ കുപ്പായം. ഇവിടെ ഒരുപാട് സഹോദരിമാരിയ്ക്കുന്നുണ്ട്. കഴിഞ്ഞ പരിപാടിയിൽ ആർത്തിരമ്പി ഉമ്മമാരെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പറഞ്ഞു.
കാലത്തിൽ ഉമ്മമാരെ തെറ്റിദ്ധരിപ്പിക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഞാൻ ഒരൊറ്റ കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ ആദർശ പ്രസ്ഥാനം മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ 1924 രൂപവൽക്കരിക്കപ്പെട്ട പ്രസ്ഥാനമാണ്. കാന്തപുരത്തിന്റെ കറാമത്ത് പറയുമ്പോ നോളജ് സിറ്റിക്ക് 28 കോടി രൂപ 10 മിനിറ്റ് കൊണ്ട് പാസാക്കി എന്നാണ് പറയാൻ സാധിക്കുന്നുവെങ്കിൽ ഞങ്ങളെ ഈ പ്രസ്ഥാനം തുടങ്ങിവെച്ച മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ വന്ന കടൽ തിരമാല കങ്ങി ആ മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ തുടങ്ങിവെച്ച മഹാപ്രസ്ഥാനത്തിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രവർത്തകന്മാരെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളുടെ ഓരോ മക്കളെയും SKSSന്റെ സജീവ പ്രവർത്തകരാക്കി നിങ്ങൾ മാറ്റും. ഇവിടെ സമയം അധികരിച്ചതുകൊണ്ട് എന്റെ പിന്നിൽ ഒരുപാട് പ്രാസംഗികരുണ്ട്. വളരെ വ്യക്തമായി ഈ പരിപാടിയെക്കുറിച്ചൊക്കെ അവർ പ്രതിപാദിക്കും. അതുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുക. ഈ യോഗം നിയന്ത്രിക്കുന്നത് ബഹുമാന്യനായ സുന്നി മഹല്ല് ഫെഡറേഷന്റെ ജനറൽ സെക്രട്ടറി KP മുഹമ്മദ് കുട്ടി ഹാജി അവറുകളാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഹാർദവമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ മരുമകൻ ബഹുമാന്യനായ അബ്ദുവറകളാണ്. ആ പ്രസ്ഥാനം വിട്ട് ബഹുമാനപ്പെട്ട ഈ സമസ്ത കേരള ജംഇയ്യത്തിലേക്ക് കടന്നു വന്ന മഹാപണ്ഡിതനാണ്. അദ്ദേഹത്തിന് അള്ളാഹു ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ മഹാപണ്ഡിതനെ ഈ വേദിയിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ബഹുമാന്യനായ അബൂബക്കർ ദാരിമി ആശംസാ പ്രസംഗം നടത്തും. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ബഹുമാന്യനായ K അബ്ദുൽ മജീദ്, മാന്യനായ കുണ്ടിൽ മുഹമ്മദ് മുസ്ലിയാർ, ഇവരെ ഒരുമിച്ച് കൂടിയിട്ടുള്ള SKSSന്റെ, അതുപോലെ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരുപാട് സമസ്തയുടെ പ്രവർത്തകന്മാർ, നിങ്ങളെല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഉത്തമ സമുദായത്തിന്റെ നെഞ്ചകത്ത് ഫിത്നയുടെ കടാര കുത്തിയിറക്കിയ കാന്തപുരം വിഭാഗത്തെ ഈ മഹലിൽ നിന്ന് തുടച്ചു നീക്കിയിട്ട് SKSSന് വിശ്രമമുള്ളൂ എന്ന് ഒരിക്കൽ കൂടെ ഉദ്ദേശം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ഈ യോഗം ബഹുമാന്യനായ മുജീബ് ഐസിപ്പോലോട് എത്തിയിട്ടുണ്ട്. അർത്ഥശങ്കക്കിടയില്ലാത്ത രീതിയിൽ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഒരു സഖാഫിയെ കൊണ്ടുവന്നുകൊണ്ട് ഒരുപാട് അങ്കലാപ്പുണ്ടാക്കുന്ന രീതിയിൽ ഇവിടെ ഒരു LCD ക്ലിപ്പിംഗ് വെച്ച് ഒരു പരിപാടി നടക്കവിട്ടുകൊണ്ട് ഈ കാന്തപുരം വിഭാഗം മുടിയുമായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ രംഗത്ത് വന്നപ്പോ ആദ്യ കാലത്ത് തന്നെ LCD ക്ലിപ്പിംഗുമായി വന്ന യുവ പണ്ഡിതൻ മുജീബ് ഐസിപ്പോലോട് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വിട്ടുപോയത് പറയാനും തിരുത്താനും പിന്നിൽ മഹല്ലിലെ SMFന്റെ SKSSന്റെ നേതാക്കന്മാരുണ്ട്. എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ പരിപാടിയിൽ അവസാനമായി നന്ദി പ്രഭാഷണം നടത്തുന്നത് SYSന്റെ മഹല്ല് കാര്യദർശി കൂടിയായിട്ടുള്ള KP അബ്ദുൽ മജീദ് സാഹിബ് അവറുകളാണ്. ഒരുപാട് കാര്യങ്ങൾ പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങളൊക്കെ അദ്ദേഹം സൂചിപ്പിക്കും ഇവിടെ. അതുകൊണ്ട് പരിപാടി സമാപിക്കുന്നതുവരെ നിങ്ങളെല്ലാവരും സജീവ സാന്നിധ്യം ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടെ പ്രഖ്യാപിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് പ്രത്യേക നിർദ്ദേശങ്ങളൊക്കെ ഉസ്താദുമാരുടെ നൽകും. അതടിസ്ഥാനത്തിൽ സമസ്തയിൽ സജീവമായി പ്രവർത്തിച്ച് സമസ്തയുടെ പതാക നെഞ്ചകത്ത് വിരിച്ചുകൊണ്ട് മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.